അപ്പോൾ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മലാവിയിൽ മഴക്കാലത്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് കാണേണ്ടത്. ഈ മഞ്ഞച്ച് നിൽക്കുന്നത് എന്താണെന്നറിയോ? ടുബാക്കോയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉപയോഗിക്കാൻ അത്ര നല്ലതല്ലെങ്കിലും കാണാൻ ഈ തോട്ടം ഇതിൻ്റെ കൃഷിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ വലിയ ഇലകളായിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിയിലുള്ള ഇങ്ങനെ മഞ്ഞയായി വരുന്ന ഇലകൾ പറിച്ച് ഉണക്കുകയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കൃഷി എന്ന് പറയുന്നത് ടുബാക്കോ ആണ്. അടുത്ത കൃഷി കാണണ്ടേ? അപ്പോൾ മലാവിക്കാരുടെ പ്രധാന ഭക്ഷണവും ഇവരുടെ ജീവിതം തന്നെ ഒരു സാധനത്തിന് അടിസ്ഥാനമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടുബാക്കോ അല്ല, മെയ്സ്. അപ്പോൾ മെയ്സാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഈ മെയ്സ് ഉണക്കി പൊടിച്ചിട്ട്, ഇതിൻ്റെ ഓരോ മെയ്സ് മണികളും ഉണക്കി പൊടിച്ചിട്ടാണ് ഇവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. സീമ എന്ന് പറയുന്നത്. അപ്പോൾ മെയ്സിൻ്റെ കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഈ മെയ്സിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് ഇവർ കഴിക്കാൻ പോകുന്നതും വിൽക്കാൻ പോകുന്നതായിട്ടുള്ള അടുത്ത പച്ചക്കറിയാണ് മത്തൻ. കണ്ടോ, മെയ്സ് കൃഷി ചെയ്യുന്നതിൻ്റെ അടിയിൽ തന്നെ മത്തനും നട്ടിട്ടുണ്ട്. ഈ മെയ്സ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ മത്തൻ നല്ല മൂത്ത് വരും. പിന്നെ ആ മത്തൻ പറിച്ച് പുഴുങ്ങിയിട്ട് കഴിക്കുകയാണ് ഇവർ ചെയ്യുക. നമ്മുടെ പോലെ കറി വെക്കല്ല, അങ്ങനെ മത്തനെടുത്ത് രണ്ട് കഷ്ണം ആക്കിയിട്ട് രണ്ട് കഷ്ണം ആക്കുള്ളൂ. ആ കഷ്ണം ആവിയിൽ പുഴുങ്ങിയിട്ട് കഴിക്കുകയാണ് ഇവർ ചെയ്യാറ്.